ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്താണ് കണ്ടന്റ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല, എനിക്ക് തമ്മിൽ എഡിറ്റാകുമ്പോൾ മനസ്സിലാവും. ഞാൻ ത്രെഡ് ചെയ്യലുണ്ട് സാധാരണ പാർലറിൽ പോയിട്ട്. ഞാൻ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കും, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പാർലറിലാണ് പോകല്. ഇപ്രാവശ്യം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തലവേദന കൂടിയാകുമ്പോൾ അതിങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. ഞാൻ സാധാരണ പ്ലക്കർ വെച്ചിട്ട് ത്രെഡ് ചെയ്യലുണ്ട്, പക്ഷെ റേസർ വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫേസിലുള്ള ഹെയറെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ത്രെഡ് ഞാൻ ചെയ്തില്ല. ഞാൻ അവിടെ ഒരു ഷോപ്പിൽ കണ്ട ഒരു സാധനമാണ് പർച്ചേസ് മീൻസ് വാങ്ങിയത്. ഇത് എങ്ങനെ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് സക്സസ് ആവുമോ ഇല്ലെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് പെയിൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ഓൾറെഡി തലവേദന ഇല്ലുകൊണ്ടാണ് ഇങ്ങനൊരു പരീക്ഷണത്തിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സക്സസ് ആവുമോ ഇല്ലയോ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് പിമ്പിൾസ് എല്ലാം വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് പേര് എന്നോട് ചോദിക്കലുണ്ട്. മീൻസ് ഞാൻ അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അന്നേരം എന്നോട് ചോദിക്കലുണ്ടായിന്, ഇത് കുരു വരൂലേ, ഹെയർ ഗ്രോത്ത് അധികമാവുമോ? പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരു പ്രശ്നമില്ല. പിമ്പിൾസ് ഒന്നും ഇതുകൊണ്ടൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ കെയർ ചെയ്യണം. നമ്മൾ എടുക്കുന്നത് നല്ല വൃത്തിക്കാവണം. പക്ഷെ നല്ല വൃത്തിക്കാണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നവർ നല്ല വൃത്തിക്കൊന്നും ആവില്ല. ചിലപ്പോൾ ഫസ്റ്റ് ഫ്ലോപ്പ് ആകും. എനിക്കും ഫ്ലോപ്പായിട്ടുണ്ട്, മുറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ സൂക്ഷിച്ചാൽ മതി. ഇത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് ചെയ്യരുത്. ജസ്റ്റ് ഒരു ചെരിവാണ്. ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഒരു സൂം ചെയ്യാം. എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടൊന്നുമില്ല. പക്ഷേ ഞാൻ ആ വന്ന ഭാഗം മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. കൈ ഇങ്ങനെ വലിച്ചു പിടിക്കുക, സ്കിന്ന് വലിച്ചു പിടിക്കുക, ഇല്ലെങ്കിൽ മുറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചിലവർക്കിത് ലൈൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഈ പെൻസിലുണ്ടല്ലോ, പെൻസിൽ വെച്ചിട്ട് ആദ്യം വരയ്ക്കുക, എന്നിട്ട് ആ ലൈൻ വെച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് എടുക്കാൻ തുടങ്ങാം. ചെറിയൊരു പേടിയുണ്ട്, പുരികമെങ്ങാനും മുറിഞ്ഞു പോകുന്നില്ലത്. എനിക്ക് മുകളിൽ കുഴപ്പമില്ല, പക്ഷെ താഴെ എടുക്കാൻ ഇതിങ്ങനെ ആയതുകൊണ്ട്, ഫോൺ നോക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. തലവേദന ആയതുകൊണ്ട് വേറെ വഴിയില്ല ഗൈസ്. എനിക്കൊരു പരിപാടിയുണ്ട്, ത്രെഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കുന്ന സമയത്ത് ഒരു പെർഫെക്ഷൻ വരും. മുകളിൽ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എടുക്കാം, എന്നിട്ട് താഴെ പോവാം. ഇവിടെ എടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. സ്കിന്ന് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാനിവിടെ ടിഷ്യൂ താഴെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് നിങ്ങൾക്ക് കാണില്ല. പക്ഷെ നിങ്ങളത് ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ അത് വരില്ല. അല്ലെങ്കിൽ ഒരു കുറച്ചിങ്ങനെ ചെരിച്ച് വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഡയറക്റ്റ് പോയിട്ട് മുറിക്കരുത്. മുറിഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഇല്ല കേട്ടോ, കുഴപ്പമില്ല ഗൈസ്. ഓയ്യോ, നമ്മൾ ഇവിടുന്ന് ചെയ്യുമ്പം കുറച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുക, മീൻസ് കുറച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കുക.
ഇവിടെ എത്തുമ്പോൾ കുറച്ച് ലൂസ് ചെയ്യുക, കാരണം ഇങ്ങനെ വലിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസ് ചെയ്ത് പിടിക്കാം. വരച്ചതുകൊണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഒന്ന് വരയ്ക്കാം. പിന്നെ ഓരോരാൾക്ക് തിക്കായിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം, ഒരാൾക്ക് തിന്നായിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അത് നിങ്ങളുടെ പ്രിഫറൻസ് പോലെ കേട്ടോ. എനിക്കങ്ങനെ ഭയങ്കര നേരി ഇതാക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് കട്ടിക്കാണ് എടുക്കുന്നത്. ഇനിയാണ് ടാസ്ക്, മുകളിലെടുക്കുന്നതാണ് നമുക്ക് വലിയ ടാസ്ക്. അപ്പോൾ നമുക്കത് ഇതിങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ കുറച്ച് 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 കൺവീരിയെല്ലാം പോവോ? ഓ, ഞാൻ മുറിഞ്ഞുകൊണ്ട് അവരുടെ ഓരോരോ പുതിയ എടുക്കുന്നിട്ടാ. നന്നായിട്ട് ഡെയിലി ചെയ്യുന്നവർക്ക് എന്താണ് പെട്ടെന്ന് എളുപ്പമാവും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. കണ്ടെന്ന് പോവോ? ഇത് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം ആദ്യത്തെ ആയതുകൊണ്ട് നമുക്കിത് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ആദ്യത്തെ ആണല്ലോ. പക്ഷെ ഇത് നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊരു എക്സ്പെർട്ടായി വരായി. രണ്ടാമത്തേക്ക് എത്തിയപ്പോൾ കുറച്ചും കൂടി ബെറ്ററായി തോന്നുന്നു. ആ ഒരു ലൈൻ കണ്ട, ഈ ഒരു ലൈൻ അതാണ് കറക്റ്റ് വരേണ്ടത് ത്രെഡ് ചെയ്യുന്ന സമയത്ത്. അതാ രസം. ആ ലൈൻ നമുക്ക് നൂല് ഇട്ട് വലിക്കുമ്പോൾ കിട്ടും. പക്ഷെ ഞാൻ വിചാരിച്ചു ബ്ലേഡ് വെച്ച് വെക്കുമ്പോൾ കിട്ടൂലെന്ന്. പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്തു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നന്നായിട്ടുണ്ട് കേട്ടോ. അതെ, നന്നായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറയൂ? നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും മുറിഞ്ഞു പോകും. പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ഒരു ഭാഗം. പൊതുവേ ത്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ മുറിയാമെന്നൊക്കെ വിചാരിച്ചില്ല. പക്ഷേ ഫസ്റ്റ് ടൈം അല്ലേ, എന്നിട്ട് നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പം ബെറ്റർ ആവും. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് ഏതായാലും എന്താണ്, ഞാൻ ഏതായാലും റേസർ വെച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഫേസിലുള്ള ഇതും കൂടി ഒന്ന് റിമൂവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ചെയ്തതാണ്, എന്നാലും കാണിച്ചു തരാം. നല്ലൊരു ഗ്ലോ എല്ലാം വന്ന പോലെയില്ലേ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്യുമ്പോൾ, കാരണം ബ്ലേഡാണ്, ഫേസാണ്, ക്ഷമയോടുകൂടി സമാധാനത്തിൽ അങ്ങനെ ചെയ്താൽ മതി. ഭയങ്കര ആദ്യം തന്നെ ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യുന്നും വേണ്ട. അപ്പോൾ കുറച്ച് റിലാക്സ് ചെയ്ത് പിന്നെ എന്താണ് സമാധാനത്തിൽ ചെയ്യുക. വേറെ കുഴപ്പമൊന്നുമില്ല ഇതിന്. വേറെ എൻ്റെ എക്സ്പീരിയൻസിൽ ഇതുവരെ എനിക്കൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഇപ്പം ത്രെഡ് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തു. നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കാണിച്ചതാണ്. അത്യാവശ്യം നല്ല റിസൾട്ടാണ് എൻ്റെ പുരത്തിലുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാനൊരു പുട്ടും കൂടി തൊടാം, അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ഇത് കിട്ടും. കണ്ടോ, അത് ഭംഗിയായിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സമാധാനപരമായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഞാൻ കുറേ ഗ്യാപ്പ് വെച്ചു യൂട്യൂബിൽ, ഇപ്പോൾ അങ്ങനെ ഇടാറില്ല. എപ്പോഴും എന്ത് പറയലുണ്ട്, ഇനി മുതലെന്ന് പറയലുണ്ടാവും, അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. നമുക്ക് കാണാം, പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പം എന്താണ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരൊക്കെ.